തിരുവല്ലയിലെ സ്പായിൽ യുവതിക്ക് നേരെ അതിക്രമം നടന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ സ്പാകളിലും വ്യാപക പരിശോധന നടക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മിന്നൽ പരിശോധന നടത്തുന്നത്. നിയമലംഘനങ്ങളും സുരക്ഷാ വീഴ്ചകളും കണ്ടെത്താനാണ് അധികൃതരുടെ നീക്കം. സ്വാന്തന സാജുവിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സ്വാന്തന, തിരുവല്ലയിലെ സംഭവം അത് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിശോധന അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണോ, അതോ എന്തെങ്കിലും ഇത്തരത്തിൽ വിവരങ്ങൾ ലഭിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടിയാണോ? ശ്രുതി, തിരുവല്ലയിൽ നടന്ന സംഭവം അത് കേരള മനസാക്ഷി ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അതിന് പിന്നാലെ തന്നെ തിരുവനന്തപുരത്തും ഇത്തരത്തിലുള്ള അനധികൃത സ്പായോ അല്ലെങ്കിൽ ആ സ്പായ്ക്കുള്ളിൽ അനധികൃത പ്രവർത്തനങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് ഇന്ന് രാവിലെ കോർപ്പറേഷൻ മേയർ വി രാജേഷ് തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ നഗരത്തിനകത്തുള്ള സ്പാകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് നേരെ എതിർവശത്തുള്ള ഒരു സ്പായിലാണ് നിൽക്കുന്നത്. സ്പർശൻ വെൽനസ് സ്പാ എന്നാണ് കേന്ദ്രത്തിന്റെ സ്പായുടെ പേര്. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കോർപ്പറേഷന്റെ തന്നെ ഹെൽത്ത് വിഭാഗവും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെയും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അനധികൃതമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയാണ് നടന്നു വരുന്നത്. അതുമാത്രമല്ല ശ്രുതി, ഇന്ന് രാവിലെ ഈ മേയർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഈ സ്പായിൽ ഒരു ഇന്റർവ്യൂവിന് ഒരു യുവതിയെ വിളിച്ചു വരുത്തുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വിവരം ലഭിച്ചതായി രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മേയർ വി രാജേഷ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്പാ സെന്ററിന് രണ്ട് വിങ് ആണ് ഉള്ളത്. ഒന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന പോലീസ് അടക്കം ഇരിക്കുന്ന ഒരു സെക്ഷനുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രീമിയം സെക്ഷനുമുണ്ട്. ഇവിടെയൊക്കെ തന്നെയും പരിശോധന നടത്തി വരികയാണ്. തിരുവല്ലയിലെ സംഭവത്തിന് പിന്നാലെയാണ് തലസ്ഥാനത്തെ സ്പാകളിലും വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.